ഈ തീറ്റ അല്ലെ, തിന്നുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയിലെ എല്ലാ മൂല്യച്യുതിയുടെയും കാരണം അവർ അതിക്രമം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ദൈവം അവരെ വിളിക്കുന്നത് മക്കൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-2 വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനം നമ്മൾ കേൾക്കാനായിട്ടിടയായി തീർന്നു. ജീവനുണ്ടാകുക, അല്ലേ? നമ്മൾ ജീവനുള്ളവരായി തീരുക. അതാണ് കർത്താവിൻ്റെ ദാസൻ ഈ സമയം വരെയും നമ്മെ പ്രബോധിപ്പിച്ചത്. ഞാൻ സംസാരിക്കുന്ന യെഹെസ്കേൽ പ്രവാചകനും അക്കാലത്ത് ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞത് ആ ഒരു സന്ദേശം തന്നെ ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യന് ജീവൻ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കേട്ടു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ ചാകുന്നതിലൂടെയാണ് ജീവിക്കാൻ കഴിയുന്നത് എന്ന് കർത്താവായ യേശുക്രിസ്തു വളരെ ശക്തമായി തൻ്റെ ശിഷ്യഗണത്തെ പ്രബോധിപ്പിക്കാനായിട്ട് ഇടയായി. യെഹെസ്കേൽ പ്രവാചകൻ അതിനോട് ചേർന്നാണ് 48 അധ്യായങ്ങളിലും സംസാരിക്കുന്നത്. ആരായിരുന്നു യെഹെസ്കേൽ? ബൂസി എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ മകനാണ് എന്ന് കാണാം. പ്രവാസാനന്തര ഇസ്രായേലിൽ പ്രവചിച്ചതായ പ്രവാചകനാണ്. പ്രവാസത്തിന് മുമ്പ്, അടിമകളായി പോകുന്നതിന് മുമ്പ് യെശയ്യാവും യിരെമ്യാവും ഒക്കെ ശുശ്രൂഷിച്ചു. അടിമകളായി പോയ സ്ഥലത്ത് ശുശ്രൂഷിച്ചതായ പ്രവാചകനാണ് യെഹെസ്കേൽ. അതിനു മുമ്പ് താൻ പ്രവാചക ശുശ്രൂഷയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പുരോഹിതന്റെ മകനും പുരോഹിതനുമായിരുന്നു. ഖേബാർ നദീതീരത്ത്, ബാബിലോണിലുള്ള ഒരു നദിയാണ് ഖേബാർ നദി എന്ന് നമുക്ക് കാണാം. ഈ നദിയുടെ തീരത്താണ് പ്രവാസികളായിരുന്ന, അടിമകളായിരുന്ന ഇസ്രായേൽ ജനം താമസിച്ചത്. 137-ാം സങ്കീർത്തനം അതിൻ്റെ തീരത്തിരുന്നു കൊണ്ടാണ് അവരെഴുതിയത്. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ പാട്ട് പാടാനായിട്ട് കഴിയുമെന്നൊക്കെ ചോദിക്കുന്നതായ സങ്കീർത്തനം. ഇവിടെ പ്രവാചകൻ സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നത് അടിമകളായി പോയ, പ്രവാസത്തിലേക്ക് പോയതായ ജനത്തോടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ പ്രവാസത്തിലേക്ക്, അടിമത്വത്തിലേക്ക് പോകേണ്ടി വന്നത്? അവർ ഇസ്രായേൽ ദൈവത്തെ അല്പമൊക്കെ മറന്നു കളഞ്ഞു. ജീവിതത്തിന്റെ സുഖലോലിപതയൊക്കെ വന്നപ്പോൾ പലപ്പോഴും അവര് യഹോവയാം ദൈവത്തെ വിട്ട് മറ്റു പലതിനെയും സേവിക്കാനൊക്കെ ആരംഭിച്ചപ്പോഴാണ് അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അവരോട് പ്രവാചകൻ സംസാരിക്കുക. ആ പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നതാണ് പ്രധാനമായും ഈ പുസ്തകത്തിലെ വിഷയം. അപ്പോൾ ഒന്ന്, പ്രവാചകനോടാണ് ദൈവം സംസാരിക്കുന്നത്. 2, ആ സന്ദേശം പ്രവാചകൻ ഏറ്റെടുത്ത് ഇസ്രായേൽ ജനത്തിന്, അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതാണ് ഈ 48 അധ്യായങ്ങളുടെയും ഇതിവൃത്തം. എന്താണ് പ്രവാചകനെ ദൈവം വിളിക്കുന്നത്? ആ വിളി നമ്മൾ കണ്ടു 2-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ. എന്താ വിളിക്കുന്നത്? മനുഷ്യപുത്ര, അല്ലെ? മനുഷ്യപുത്ര എന്നാണ് വിളിക്കുന്നത്. ഇത് ദൈവവചനത്തിൽ അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിൽ വളരെ അപൂർവമാണ്. എന്നാൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 93 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു വിളിയാണ് മനുഷ്യപുത്ര. എന്താ മനുഷ്യപുത്ര എന്ന് പറഞ്ഞാൽ? വെരി സിമ്പിൾ, അല്ലേ? അതിന്റെ ഹീബ്രു ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ബെൻ ആദം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഹീബ്രു ബൈബിളിൽ ബെൻ ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ, ആദമിന്റെ മകനെ, അല്ലെങ്കിൽ മനുഷ്യപുത്ര, ജഡമനുഷ്യ, അല്ലെങ്കിൽ ജഡത്തിൽ ജഡീകനായ മനുഷ്യ എന്നല്ല, അർത്ഥം വേറെയാണ്. ജഡമനുഷ്യ അല്ലെങ്കിൽ ജഡത്തിൽ ജീവിക്കുന്നതായ ആദമിന്റെ പുത്രനായ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് വിളിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഉണർവുണ്ടാകുന്നത്? അതാണല്ലോ നമ്മൾ എക്സോർട്ടേഷനിലൂടെ കേട്ടത്. ഞാനും ഇന്ന് ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നു അത് തന്നെയാണ്.
ആ വിളി മനുഷ്യപുത്ര എന്ന് വിളിച്ചിട്ട് ദൈവം യെഹെസ്കേലിന് എന്ത് നൽകാനായിട്ടിടയായി തീർന്നു? അവൻ മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് നിവർന്നു നിൽക്കുമാറാക്കി. അല്ലെ, ആത്മാവ് എന്നിൽ വന്നു. അപ്പോ ബെൻ ആദം എന്ന് വിളിച്ചു, മനുഷ്യപുത്ര, മനുഷ്യന്റെ മകനെ, അല്ലെങ്കിൽ ജഡമനുഷ്യ എന്ന് വിളിച്ചിട്ട് ദൈവം തന്റെ ആത്മാവിനെ യെഹെസ്കേലിന്മേൽ അയച്ചു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവൻ ആരായി മാറി? അവൻ ബെൻ റൂഹ ആയി മാറി, അല്ലെ, അല്ലെങ്കിൽ ആത്മാവിന്റെ മകനായി മാറുവാനായിട്ടിടയായിട്ട്. അപ്പോൾ ഒരു രൂപാന്തരം സംഭവിച്ചു. അതാണ് 1-2 വാക്യങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. താനൊരു പ്രവാചക ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ദൈവം യെഹെസ്കേലിനെ വിളിച്ച് യെഹെസ്കേലിന് ഒരു രൂപമാറ്റം ഉണ്ടാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, സഭയിലും നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണർവുണ്ടാകണമെങ്കിൽ ഈ രൂപമാറ്റം, ഈ രൂപാന്തരം നമ്മിൽ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരണം. ബെൻ ആദം എന്ന് വിളിച്ചത് ബെൻ റൂഹ ആയി മാറാനായിട്ടിടയായിത്തീരണം. ഈ 1-2 വാക്യങ്ങളിൽ നമുക്ക് അതാ കാണാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യപുത്ര അല്ലെങ്കിൽ ജഡമനുഷ്യ, ആദമിന്റെ മകനായിരിക്കുന്ന, ആദമിന്റെ സ്വഭാവമുള്ള, ജഡത്തിന്റെ സ്വഭാവമുള്ളതായ എല്ലാ വ്യക്തിയും, അത് പ്രവാചകനാകട്ടെ, അത് പുരോഹിതനാകട്ടെ, അത് സാധാരണ വിശ്വാസിയായി തീരട്ടെ, ആർക്കും ഈ രൂപാന്തരം സംഭവിക്കുന്നില്ല എങ്കിൽ അവനെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അവൻ എന്നോട് സംസാരിക്കുമ്പോൾ ആത്മാവ് എന്നിൽ വന്നു, അല്ലെ, ജഡമനുഷ്യൻ ആത്മീയ മനുഷ്യനായി, അല്ലെങ്കിൽ ഒരു ആത്മ മനുഷ്യനായിട്ട് രൂപപ്പെടാനായിട്ട്, രൂപാന്തരം സംഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു പ്യൂപ്പ ചിത്രശലഭമായി രൂപപ്പെടുന്നത് പോലെ മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ കടന്നുപോയി ഒരു പുഴു, ഒരു പ്യൂപ്പ, അത് കുറേ പ്രക്രിയകൾ കഴിഞ്ഞ് ആരായി മാറുന്നു? അതൊരു ചിത്രശലഭമായി, അല്ലെ, ഒരു മനോഹരമായ ചിത്രശലഭമായിട്ട് മാറുന്നു. അപ്പോൾ അതിന് ഒരു വലിയ രൂപാന്തര പ്രക്രിയയുണ്ട്. ഒരു രൂപമാറ്റം സംഭവിക്കാനായിട്ടിടയായിത്തീരുന്നു. ആന്തരികമായ, ബാഹ്യമായ ഒരു രൂപാന്തരം സംഭവിച്ചപ്പോഴാണ്, ആ മെറ്റമോർഫോസിസ് സംഭവിച്ചപ്പോഴാണ് പ്യൂപ്പ അല്ലെങ്കിൽ ഒരു പുഴു ഒരു ചിത്രശലഭമായി രൂപപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുതന്നെയാണ് യെഹെസ്കേൽ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടിടയായിത്തീർന്നത്. മണ്ണിന്റെ മനുഷ്യൻ ആത്മാവിന്റെ മനുഷ്യനായി മാറപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ മണ്ണിന്റെ മനുഷ്യരാ, അല്ലെ, മണ്ണിനാൽ നിർമ്മിക്കപ്പെട്ട ജഡത്തിന്റെ മനുഷ്യൻ, ജഡീക സ്വഭാവമുള്ള, ജഡത്തിന്റെ ചിന്തകളുള്ള, ആ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെയുള്ളതായ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രക്രിയ, അല്ലെ, ഈ രൂപാന്തര പ്രക്രിയ സംഭവിക്കുമ്പോഴാണ് ഉണർവും ആത്മാവിന്റെ പ്രവൃത്തിയും ഉണ്ടാകുന്നത്. ഇവിടെ ആത്മാവ് തന്നിൽ വന്നപ്പോൾ താൻ ആരായി മാറി എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവൻ എന്നെ നിവർന്ന് നിൽക്ക എന്ന് പറഞ്ഞു, ഞാൻ നിവർന്നു നിന്നു. സ്പിരിച്വൽ ബോൾഡ്നെസ്, ആത്മീയമായ ഒരു ശക്തി തന്നെ ഭരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നതാ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, അല്ലെ, നിങ്ങൾ ശക്തന്മാരായി തീരും. അപ്പോൾ നമ്മൾ ശക്തന്മാരായി തീരുമ്പോൾ കൂടുതൽ സാക്ഷിക്കുന്നവരായി തീരും, കൂടുതൽ ദൈവത്തെ പ്രഘോഷിക്കുന്നവരായി തീരും, കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരും, കൂടുതൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരാനായിട്ട് ഇടയായിത്തീരും. അവൻ എന്നെ നിവർന്നു നിൽക്ക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് ദൈവം അവനോട് സംസാരിക്കുക. 3-ാം വാക്യത്തിൽ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. ഗോ, ഞാൻ നിന്നെ അയക്കുകയാണ്. ഒരു ശക്തി നൽകി എന്നെയും നിങ്ങളെയും ദൈവസഭയിൽ ദൈവം തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത് രൂപാന്തരപ്പെട്ടവരായി, രൂപാന്തര പ്രക്രിയ സംഭവിച്ചവരായി നമ്മെ സഭയിലാക്കി വെച്ചിരിക്കുന്നത് പോകുക എന്നുള്ള ദൗത്യവുമായിട്ടാണ്, അല്ലെ. ഇവിടെ 3-ാം വാക്യത്തിൽ ഞാൻ നിന്നെ അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? എങ്ങോട്ട് അയക്കുന്നത്? പുസ്തകം എന്താ സംസാരിക്കാനായിട്ടിടയായിത്തീരുന്ന അധ്യായം എന്താ സംസാരിക്കുന്നത്? ആരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്? മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന, അല്ലെ, മത്സരികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ സഭ, ഇസ്രായേൽ സഭയെ കുറിച്ചാണ് പറയുന്നത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ജാതികളെ കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ കുറിച്ച് യഹോവയാം ദൈവം പറയുകയാണ്. അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? അവർ മത്സരികളാകുന്നു. 4-ാം വാക്യത്തിൽ ധാർഷ്ട്യവും
ദുശാഠ്യവുമുള്ളവരത്രേ, അല്ലേ? ധാഷ്ട്യമുള്ളവരാണ്. എന്താ ധാഷ്ട്യം എന്ന് പറഞ്ഞാല്? അഹങ്കാരം, അല്ലേ? ദുശാഠ്യം, വാശി, ദുർവാശിയുള്ളവരാണ്. അവർ മത്സരികളാണ്, അവർ ശാഠ്യമുള്ളവരാണ്, അവർ ദുർവാശിയുള്ളവരാണ്, അവര് മത്സരിക്കുന്നവരാണ്. ആ അധ്യായത്തിൽ ധാരാളം പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു മത്സരിക്കുന്നതായ. എന്താ മത്സരം എന്ന് പറഞ്ഞാല്? നമ്മൾ ഓർക്കാറുണ്ട്, ഞാൻ മത്സരിക്കാറില്ലല്ലോ കർത്താവിനോട്, അല്ലേ? നമ്മൾ ആരും മത്സരിക്കാറില്ല. നമുക്ക് ദുശാഠ്യം ഉണ്ടോ? ഇല്ല, എനിക്കൊരു ദുശാഠ്യം ഇല്ല. കർത്താവ് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നവരാ ആണോ? തീർച്ചയായിട്ടും മത്സരമെന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നതിനെ അനുസരിക്കാത്തതിനെയാണ് മത്സരം എന്ന് വിളിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിനെ ഏറ്റെടുക്കാത്തതിനെയാണ് ദുശാഠ്യം എന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിനെ കേൾക്കാത്തതിനെയാണ് ഇവിടെ എന്ത് വിളിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്? മത്സരികൾ, ധാഷ്ട്യവും ദുശാഠ്യവും ഉള്ളതായ ആളുകൾ. അപ്പൊ അവരുടെ അടുക്കലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഇവിടെയും ദൈവത്തിന്റെ സ്നേഹം വലുതാ. ഞാൻ ആ അധ്യായം ചിന്തിച്ചപ്പോൾ ഓർക്കാനായിട്ടിടയായി തീർന്നത് അതിന്റെ 4-ാം വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ളതാ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ. ഇസ്രായേൽ സഭ മത്സരികളാണ്, ധാഷ്ട്യമുള്ളവരാണ്, ദുശാഠ്യമുള്ളവരാണ്, മത്സരികളാണ്. ഇതൊക്കെയാണെങ്കിലും 4-ാം വാക്യത്തിൽ ഇസ്രായേലിനെ എന്താ ദൈവം വിളിക്കുന്നത്? എന്തോ വിളിക്കുന്നത്? 4-ാം വാക്യം ആരംഭം മക്കളോ, അല്ലേ? ദേ ആർ മൈ ചിൽഡ്രൻ. മക്കളോ എന്നാ വിളിക്കുന്നത്. അതാ ദൈവസ്നേഹം. ഇന്ന് പൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്സരിക്കാത്തത് കൊണ്ടല്ല കർത്താവ് നമ്മെ ഉപേക്ഷിക്കാത്തത്. നമ്മൾ ദുശാഠ്യമില്ലാത്തവരെ കൊണ്ടല്ല കർത്താവ് നമ്മെ ഉപേക്ഷിക്കാത്തത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ വിട്ട് അല്ലെങ്കിൽ ദൈവീയ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാത്തത് കൊണ്ടല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, അല്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ടും 3-ാം വാക്യത്തിൽ പറഞ്ഞു അവരെന്നോട് മത്സരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ അതിക്രമം ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ദൈവം അവരെ വിളിക്കുന്നത് മക്കൾ. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ദൈവസഭയെ, ഇസ്രായേൽ സഭയെ ദൈവം സ്നേഹിച്ചു. അവര് അതിക്രമക്കാരായിട്ടും അവർ ധാഷ്ട്യമുള്ളവരായിട്ടും അവര് പരസംഗം ചെയ്യുന്നവരായിട്ടും എല്ലാം ദൈവം അവരെ സ്നേഹിപ്പാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് അവരോട് പറയുകയാണ്, അവരുടെ ഇടയിലേക്കാണ് ഞാൻ നിന്നെ അയക്കുന്നത്. ഞാൻ നിന്നെ അയക്കുന്നു, അല്ലേ? അവരുടെ ഇടയിൽ ചെന്നിട്ട് നീ ആരായിരിക്കണം? ഈ ഇസ്രായേൽ സഭയിൽ ഈ അടിമകളായി കേബാർ നദിയുടെ തീരത്ത് പാർക്കുന്നവരുടെ ഇടയിലാണല്ലോ നീ ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ യെഹെസ്കേലിൽ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കണ്ട. കേബാർ നദിയുടെ തീരത്ത് അടിമകളായി താമസിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഇടയിൽ യെഹെസ്കേൽ പ്രവാചകൻ ഒരു വീടൊക്കെ വെച്ച് താമസിച്ച് അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക. നീ അവരുടെ ഇടയിൽ നീ ആരായിരിക്കണം? 5-ാം വാക്യം വായിച്ചേ, 5-ാം വാക്യം. അപ്പൊ അതാ ദൈവസഭയിൽ നമ്മെ കർത്താവ് ആക്കിയിരിക്കുമ്പോൾ നമ്മളോടുള്ള സന്ദേശമാണ്. കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. മത്സരികളായിരിക്കുന്ന ഇസ്രായേൽ സഭയുടെ ഇടയിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ആ പ്രവചന ശുശ്രൂഷയ്ക്കായിട്ട് വലിയ ദൗത്യവുമായി യെഹെസ്കേൽ പ്രവാചകൻ ഇറങ്ങുമ്പോൾ പറയുകയാണ്, നീ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവനായി ജീവിക്കാനായിട്ടിടയായി തീരുമ്പോൾ സഭ പറയാനായിട്ടിടയായി തീരും, നീ ഒരു പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആമേൻ. എന്നെയും നിങ്ങളെയും അതിനുവേണ്ടിയാ ദൈവം തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത്. ഈ രൂപാന്തര പ്രക്രിയയിലൂടെ കടന്നുപോയി ആയതുമായിരുന്ന ജഡമനുഷ്യനായിരുന്ന നിന്നെ 2-ാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന് ഒരു വലിയ രൂപാന്തര പ്രക്രിയയിലൂടെ കടത്തിവിട്ട് ആ രൂപാന്തരം പ്രാപിച്ച് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറയാനായിട്ടിടയായി തീരണം, അവനൊരു പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ അവൾ ഒരു പ്രവാചകി ആയിരുന്നു എന്ന് പറയാനായിട്ട് ഇടയായി തീരും. എല്ലാം അനുസരിക്കുന്നവരുടെ ഇടയിലല്ല, എല്ലാം കേൾക്കുന്നവരുടെ ഇടയിലല്ല, അല്ലേ? 5-ാം വാക്യത്തിൽ കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗൃഹമല്ലോ, തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവരറിയണം. എങ്ങനെ അറിയുന്നതെന്നറിയാമോ? നിന്റെ ജീവിതത്തിലൂടെയാ, നിന്റെ സാക്ഷ്യത്തിലൂടെയാ, നിന്റെ പെരുമാറ്റത്തിലൂടെയാണ്, നിന്റെ സംസാരത്തിലൂടെയാണ്, നിന്റെ ഇടപാടുകളിലൂടെയാണ്. മറ്റുള്ളവർ പറയണം ഷീ വാസ് എ പ്രോഫറ്റ്, അവളൊരു പ്രവാചകയായിരുന്നു.
ഹി വാസ് എ പ്രോഫറ്റ്. അവനൊരു പ്രവാചകനായിരുന്നു. അവൻ ദൈവത്തിന്റെ ദാസനായിരുന്നു, അല്ലെങ്കിൽ ദാസിയായിരുന്നു. ഇതൊരു പ്രത്യേക പദവിയിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈച്ച് ആൻഡ് എവരി വൺ, അല്ലെ? ഞാനും നിങ്ങളും എല്ലാം പ്രവാചകന്മാരാണ്. നേരത്തെ സാനൽ ബ്രദർ അത് ഓർപ്പിച്ചു. നമ്മളെല്ലാം പുരോഹിതരാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. ഒരു പ്രത്യേക ഓഫീസ് ഉള്ളവർ മാത്രമല്ല, ഒരു പ്രത്യേക പദവി ഉള്ളവർ മാത്രമല്ല. ഞാനും നിങ്ങളും എല്ലാം പ്രോഫറ്റാ. നമ്മളെല്ലാം പ്രവാചകരാ, നമ്മളെല്ലാം പുരോഹിതരാ, നമ്മളെല്ലാം ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അങ്ങനെയായിരുന്നു എന്ന് മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയാനായിട്ട് ഇടയായിത്തീരണം. 6-ാം വാക്യം, നീയോ മനുഷ്യപുത്ര അവരെ ഭയപ്പെടരുത്. വേറൊരു ട്രാൻസ്ലേഷനാ, അല്ലെ? നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത്. നീ അവരെ പേടിക്കരുത്. ആരെ പേടിക്കരുത്? അമോന്യര്, പെരിസ്യര് ആണോ? അല്ല, അല്ലെ? അവരെ പേടിക്കരുത് എന്ന് പറഞ്ഞത് എങ്ങനെയുള്ള ആളുകളെ പേടിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സഭയിലുള്ളവരെ, ഇസ്രായേൽ കൂട്ടത്തിലുള്ളവരെ, അല്ലെ? ജാതികളുടെ ഇടയിലേക്കല്ല ഞാൻ നിന്നെ അയക്കുന്നത്. ഈ അധ്യായത്തിൽ തന്നെ താഴോട്ട് 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജാതികളുടെ ഇടയിലേക്ക് നിന്നെ അയച്ചിരുന്നു എങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, 3-ാം അധ്യായത്തിലുണ്ട്. അവരുടെ അടുക്കിലേക്കല്ല, ഞാൻ ഇൻ യുവർ ചർച്ച് എമംഗ് യു, അല്ലേ? ഇസ്രായേൽ സഭയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ കൂട്ടത്തിലുള്ളവരുടെ അടുക്കലേക്ക്. അവരെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും, തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് ഡു നോട്ട് അഫ്രൈഡ്, പേടിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ അയച്ചിരിക്കൊണ്ട്, ഞാനൊരു പ്രത്യേക ആളുകളോടല്ല, ഇവിടെയുള്ള എല്ലാവരോടുമായി സംസാരിക്കുകയാണ്. നീ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവളായി തീരാനായിട്ട് ഇടയായിത്തീരണം. നീ അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികിലുണ്ടായിരുന്നാലും, അല്ലെ? ഭയപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളുടെ മധ്യേ നീ ആയിരിക്കുമ്പോഴും, പ്രതികൂലങ്ങളുടെ മധ്യേ നീ ആയിരിക്കുമ്പോഴും, പ്രതിസന്ധികളുടെ മധ്യേ നീ ആയിരിക്കുമ്പോഴും നീ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടരുത് എന്നാ പറഞ്ഞത്? ഈ ഭയപ്പെടരുത് എന്ന് പറയുമ്പോ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളാ. യിരെമ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാനമായ ഒരു പ്രവചനം പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു. 26-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, സമാനമായൊരു പ്രവചനം യിരെമ്യാവ് പ്രവചിച്ചു. അപ്പോൾ യിരെമ്യാവിനെ എന്ത് സംഭവിക്കാനായിട്ടിടയായിത്തീരുന്നു? 26-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അടിമകളായിട്ട് അയക്കും എന്ന് അവര് അടിമകളായി പോകുന്നതിന് മുമ്പേ തന്നെ പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം അവരോട് സംസാരിച്ചു. 8-ാം വാക്യത്തിൽ, എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ച് തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞ് അവനെ അടിച്ച് ജയിലിലാക്കി എന്ന് നമുക്ക് ആ 26-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ജാതികളല്ല, ആരാ? ഇസ്രായേൽ ജനം, അല്ലേ? അവനെ പിടിച്ച് ജയിലിലാക്കി, അവന് മരിക്കണമെന്ന് പറഞ്ഞു, കല്ലെറിയണമെന്ന് പറഞ്ഞു. താഴോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യെഹെസ്കേലിനോട് പറയുന്നത്, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് നീ ആയിരിക്കുന്നത് എങ്കിലും നീ പേടിക്കരുത്. ഡു നോട്ട് അഫ്രൈഡ്. ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ, നേരോടെ, ദൈവകൃപ പ്രാപിച്ച്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ടിടയായിത്തീരുക. പറക്കാരെയും മുള്ളും നിന്റെ അരികിലുണ്ടായിരുന്നാലും, തേളുകളുടെ ഇടയിൽ നീ പാർത്താലും, അല്ലെ? തേൾ കുത്തുന്നത് പോലുള്ള കുത്തലുകൾ, നോട്ടങ്ങൾ, അവരുടെ നോട്ടം, അല്ലെ? അവരുടെ ഇടയിൽ നീ പാർത്താലും അവരെ പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. നോക്കിയും കുത്തിയും പേടിപ്പിച്ചും നിന്നെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നിനക്ക് സാക്ഷിയാകാൻ സാധിക്കണം. 5-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നീ ഒരു പ്രോഫറ്റാ, നീ ഒരു പ്രവാചകനാ. എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്ന ഒരു വലിയ വിളിയാണ്. ദൈവത്തിങ്കിലേക്ക് ജനത്തെ അടുപ്പിക്കുക, ജനത്തെ ഉണർത്തുക,
ദൈവത്തോട് ചേർന്ന് ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിക്കുന്നവരാക്കി തീർക്കുക, ഉണർവിലേക്ക് അവരെ നയിക്കുക. അതാ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷ. അത് മനസ്സിലാക്കി അതിനനുസരിച്ചായിരിക്കാനായിട്ട് നിന്റെ ജീവിതത്തിലിടയായിത്തീരണം. സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അവരുടെ വാക്ക് നീ പേടിക്കരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. ആളുകൾ കേൾക്കുന്നോ? ആളുകൾ അനുസരിക്കുന്നോ? ആളുകൾ ഏറ്റെടുക്കുന്നോ? ആളുകൾ അത് അംഗീകരിക്കുന്നോ എന്നുള്ളത് നീ നോക്കരുത്. നീ എൻ്റെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. നീ എൻ്റെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. 7-ാം വാക്യം, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. വചനം പ്രസംഗിക്കാം അല്ലേ? തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞതാ, preach the word. വചനം പ്രസംഗിക്കുക. അവർ കേട്ടോ എന്നുള്ളതല്ല, ജനം നിന്നെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, അനുസരിക്കുവാനായി, ദൈവത്തെ അംഗീകരിക്കുന്നവരായി, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാനായിട്ട് നീ പിന്നെയും ശക്തിയോടെ വചനം പറയുന്നവനായി തീരാനായിട്ട് ഇടയായി തീരുക. വചനം പ്രസ്താവിക്കുക. ഇനി 3 കാര്യങ്ങൾ കൂടെ 8-ാം വാക്യത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വായിച്ചു. നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. 3 കാര്യങ്ങൾ. 1, കേൾക്കുക. നീയോ മനുഷ്യപുത്ര, കേൾക്കുക. ബെൻ ആദം, ഹിയർ മീ. ജഡമനുഷ്യ, കേൾക്കുക. നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്. ആർക്കും കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? കേൾവിക്ക് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെപ്പോഴേ ഡോക്ടർ ജോൺ പണിക്കരെ പോയി കണ്ടേനെ അല്ലേ? നമുക്കാർക്കും കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കേൾക്കുന്നുണ്ടോ? ഇല്ല. അതാ സത്യം. വി ആർ ഹിയറിംഗ് ബട്ട് നോട്ട് ഒബേയിങ് അല്ലേ? അപ്പോൾ ഇവിടെ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, ഞാനോ നിന്നോട് സംസാരിക്കുന്നത് കേൾക്കുക, അനുസരിക്കുവാനായി കേൾക്കുക, വിശ്വസിക്കുവാനായി കേൾക്കുക. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ആകയാൽ കേൾവി അല്ലേ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെയാണ് വിശ്വാസം വരുന്നത്. അപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്കുക, വിശ്വസിക്കാനായി കേൾക്കുക, അനുസരിക്കുവാനായി കേൾക്കുക. 2, മത്സരക്കാരനായിരിക്കരുത്. 8-ാം വാക്യം, നീ ആ മത്സരഗ്രഹത്തെ പോലെ. ആ മത്സരഗ്രഹം എന്ന് പറയുമ്പോൾ ജാതികളല്ല, ഇസ്രായേൽ മക്കളെ കുറിച്ച് തന്നെയാ പറയുന്നത്. എമംഗ് യു, നിന്റെ ഇടയിലുള്ള ആളുകൾ അല്ലേ? നിന്നോട് കൂടെ പാർക്കുന്നതായ ആളുകൾ, അവരെ പോലെ നീ ആകരുത്. യു ഷുഡ് ബി, നീ ഒരു വ്യത്യസ്തനായിരിക്കണം. നമ്മളോട് കർത്താവ് പറയുകയാണ്, സമൂഹം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നീ ആ മത്സരഗ്രഹത്തെ പോലെ മത്സരക്കാരനായിരിക്കരുത്. 3, നമുക്കിഷ്ടമുള്ള കാര്യമാണ്. എന്താണ്? ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. 3ാമത് കർത്താവ് പറയാ, ഈറ്റ്. ഈ തീറ്റ അല്ലെ, തിന്നുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയിലെ എല്ലാ മൂല്യച്യുതിയുടെയും കാരണം. ഇവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. നമ്മളാരും തിന്നുന്നില്ല. നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന? നമ്മളത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ കർത്താവ് ഇവിടെ യെഹെസ്കേലിനോടും യിരെമ്യാവിനോടും ഈ വാക്ക് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ സെയിം കാര്യം യിരെമ്യാവിനോടും പറഞ്ഞു, നീ തിന്നണം. തിന്നുക എന്ന് പറയുന്നതും വിഴുങ്ങുക എന്ന് പറയുന്നതും 2. ഗുളിക വിഴുങ്ങും, ചപ്പാത്തി തിന്നും അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താ വ്യത്യാസം? ഗുളിക നമ്മൾ വിഴുങ്ങുക ചെയ്യുന്നത്, ചപ്പാത്തി തിന്നുകയാണ്. ഇവിടെ വിഴുങ്ങാൻ കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് തരുന്നത് നീ വായ് തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തകച്ചുള്ളിരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിനകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിലെഴുതിയിരുന്നു. 3-ാം അധ്യായം പ്രവേശിക്കുന്നു. ആരും പേടിക്കണ്ട, ഞാൻ നിർത്താൻ പോവുകയാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് നീ ഇസ്രായേൽ ജനത്തോട് സംസാരിക്ക എന്ന് കൽപ്പിച്ചു.
അവനത് തിന്നു, അല്ലേ? അവൻ സോളോ ചെയ്യുകയല്ല, അവൻ വിഴുകുകയല്ല ചെയ്തത്, അവൻ അതിനെ തിന്നു. ആ പുസ്തക ചുരുൾ തിന്നു. ആ പുസ്തക ചുരുൾ തിന്നാൻ കൊടുത്തത് അത്ര സുഖകരമായതൊന്നും ആയിരുന്നില്ല ദൈവം തിന്നാൻ കൊടുത്തത്, അല്ലെ? അതിനകത്ത് എന്തെല്ലാമാണ് അത് തിന്നത്? എന്തെങ്കിലും വിലാപങ്ങളും കഷ്ടവും സങ്കടവും. വിലാപങ്ങൾ, അല്ലെ? കരച്ചിലുകൾ, കഷ്ടത, സങ്കടം, കഷ്ടതയുടെ നാളുകൾ, സങ്കടത്തിന്റെ നാളുകൾ, വിലാപത്തിന്റെ നാളുകൾ, ദുഃഖത്തിന്റെ നാളുകൾ. അതാണ് യെഹെസ്കേലിന് ദൈവം നൽകാനായിട്ടിടയായി തീർന്നത്. എന്നാൽ അവൻ അതിനെ തിന്നു. 2-ാം വാക്യം 3:2, ഞാൻ വായ് തുറന്ന ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. കഷ്ടതയായിരുന്നു, പ്രയാസമായിരുന്നു, സങ്കടമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞതിനെ താൻ ഏറ്റെടുത്ത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, അതാ അതിൻ്റെ അർത്ഥം. ദൈവവചനം കേട്ട് അംഗീകരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മധുരതരമായ അനുഭവമായി മാറാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ കേൾക്കുന്ന വചനമെല്ലാം വിഴുങ്ങുകയാണ്. അതിനെ ഒന്നിനെ പോലും, ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നത്, അതൊന്നിനെ പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ അതിനെ ഒന്നിനെ പോലും അനുസരിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ അതിനെയെല്ലാം വിഴുങ്ങാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് നമുക്ക് ജീവൻ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. നിലത്ത് വീണത് കൊണ്ട് കാര്യമില്ല, അത് ചാകണം. അത് അഴുകി മണ്ണിനോട് ചേരണം. അത് അഴുകി മണ്ണിനോട് ചേർന്ന് കഴിയുമ്പോൾ അത് ഫലവത്തായി തീരും. അത് 100 മേനി ഫലം കായ്ക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഒന്ന്, ദൈവം അവനെ വിളിക്കാനായിട്ടിടയായിത്തീർന്നത് മനുഷ്യപുത്ര, ബെൻ-ആദം, ജഡമനുഷ്യൻ. 2-ാം വാക്യത്തിൽ ആത്മാവെന്നിൽ പകർന്ന അവനെ ബെൻ റൂഹ, ആത്മമനുഷ്യനാക്കി മാറ്റാനായിട്ട് ഇടയായിത്തീർന്നു. അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുന്നു, നീ നിവർന്നു നിൽക്കണം. സ്റ്റാൻഡ് ഫേം, സ്പിരിച്വൽ ബോൾഡ്നെസ്. നീ നിവർന്നു നിൽക്കണം. ഞാനും നിങ്ങളും ഒക്കെ നിവർന്നു നിൽക്കണം, അല്ലേ? നമുക്ക് ചില ബെൻഡൊക്കെ ഉണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ബെൻഡുണ്ട്. ചില ഇടങ്ങളിൽ നമുക്ക് ബെൻഡുണ്ട്. അത് മാറണം. ദൈവസഭ നിവർന്നു നിൽക്കുന്ന കൂട്ടമാണ്. യെഹെസ്കേല് നിവർന്നു നിൽക്കാനായിട്ടിടയായിത്തീർന്നു. അവർ യെഹെസ്കേലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുന്നു മത്സരികളുടെ ഇടയിലേക്ക്, ധാർഷ്ട്യവും ദുശാഠ്യമുള്ള ആളുകളുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കുന്നു. അപ്പോഴും ദൈവത്തിന്റെ സ്നേഹം മാറിയിട്ടില്ല. മക്കൾ, ആ മത്സരികളാണെങ്കിലും അവരും മക്കളാണ്. അതുകൊണ്ട് അവരെ നേടണം. മത്സരികളായിരിക്കുന്നവരെ നേടുക എന്നുള്ള പ്രക്രിയക്കാണ് ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത്. അതെങ്ങനെ നേടണം? നിന്റെ പ്രാർത്ഥന കൊണ്ട് നേടണം, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടണം, നിന്റെ മൗനം കൊണ്ട് നേടണം, നിന്റെ സംസാരം കൊണ്ട് നേടുവാനായിട്ട് ഇടയായിത്തീരും. 5-ാം വാക്യം, നീ അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ, പ്രവാചകിയായിരിക്കാനായിട്ട് ഇടയായിത്തീരും. അവരെ വെറുക്കുകയല്ല, അവരെ പഴിക്കുകയല്ല, അവരെ ദുഷിക്കുകയല്ല. നീ അവരുടെ ഇടയിൽ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇടയായിത്തീരും. നീ അവരെ ഭയപ്പെടരുത്. പറക്കാരെയും മുള്ളും തേളുകളും നിന്റെ ഇടയിലുണ്ടെങ്കിലും നീ പേടിക്കരുത്. ഡു നോട്ട് അഫ്രൈഡ്. നീ ഭയപ്പെടരുത്, പേടിക്കരുത്. വചനം പ്രസ്താവിക്കുക. 7-ാം വാക്യം, കേൾക്കുക, മത്സരിക്കരുത്, തിന്നുക. ഇന്ന് പകൽക്കാലം നാം അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ ഉണർവ് സംഭവിക്കാനായിട്ടിടയായിത്തീരും. ഉണർവ് സംഭവിക്കും. നമ്മൾ ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളവരായിത്തീരും. ആത്മാക്കളെ നേടുന്നവരായി തീരാനായിട്ടിടയായിത്തീരും. ശക്തിയോടെ ദൈവസന്നിധിയിൽ അവൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരും. അതിന് സർവശക്തൻ പിന്നെയും നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി